മലപ്പുറം കരുവാരക്കുണ്ടിൽ 14 വയസ്സുള്ള പെൺകുട്ടിയെ സുഹൃത്ത് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി പ്രണയബന്ധമുണ്ടെന്ന 16-കാരന്റെ സംശയമാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള മറ്റൊരു കുട്ടിയാണ് ഈ ക്രൂരത കാണിച്ചത്. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ പെൺകുട്ടിയാണ് വൈകുന്നേരത്തോടെ കൊല്ലപ്പെടുന്നത്. പെൺകുട്ടി അന്നേ ദിവസം സ്കൂളിൽ പോകാതെ ഈ ആൺകുട്ടിക്കൊപ്പമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംശയത്തിന്റെ പേരിലുണ്ടായ വാക്കേറ്റമാണ് അവസാനം കൊലപാതകത്തിലേക്ക് കാരണമായതെന്ന് 16-കാരൻ മൊഴി നൽകിയതായും ജില്ലാ പോലീസ് മേധാവി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. 16-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയ ശേഷം കോഴിക്കോട്ടെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം അതിന്റെ രീതിയിൽ നടക്കുന്നു. പക്ഷേ മൊഴിയുള്ളതുകൊണ്ട് മറ്റു ദുരൂഹതകളൊന്നും നിലവിൽ കേസുമായി ബന്ധപ്പെട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ സംഭവം പൊതുസമൂഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മൾ അതാണ് പരിശോധിക്കുന്നത്. അതിലേക്ക് വിശദമായി കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കുറ്റവാളികളാകുന്ന കുട്ടികൾ എന്നുള്ളതാണ്. കുറ്റവാളികൾ എങ്ങനെയാകുന്നു എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. അതെന്തുകൊണ്ട് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിന് പോലും പല കാരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കുട്ടികളിലെ ഈ ക്രിമിനൽ സ്വഭാവം അതുതന്നെയാണ് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരു 16-കാരൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുക എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ അക്രമവാസനയും സാമൂഹ്യ വിരുദ്ധ പ്രവണതകളും ഇതെല്ലാം തിരിച്ചറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. ആ തിരിച്ചറിവ് വൈകുന്തോറും അത് സാമൂഹിക വ്യക്തിത്വ വൈകല്യം ആയി മാറാനൊക്കെയുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമ്മളോടൊപ്പം മാനസികാരോഗ്യ വിദഗ്ധ കൂടിയായ ഡോക്ടർ എൽസി ഉമ്മൻ ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ് മാം. ഈ സംഭവം നമ്മളെ വളരെ ഞെട്ടിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. അതായത് ഇത്തരത്തിലുള്ള ക്രൈം കേട്ടിട്ടുണ്ടെങ്കിലും അത് ഈ പ്രായത്തിലുള്ള 2 കുട്ടികൾ, ഇതിന് 14 വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുകയും 16 വയസ്സുകാരൻ അതിന് കാരണമാവുകയും അതും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത് അത് ഞെട്ടലിനപ്പുറത്തേക്ക് നമുക്കൊരു പുതിയ വാർത്ത കൂടിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പം അതിവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് താങ്കളെ സംബന്ധിച്ച്, താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടാകുക? ഇപ്പൊ സംശയരോഗമാണ്, സംശയമാണെങ്കിൽ പോലും ആ പ്രായത്തിൽ എങ്ങനെയൊരു കൊലപാതകത്തിലേക്കൊക്കെ ആ 16-കാരൻ എത്താൻ സാധിച്ചു എന്നാണ് കേസിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായത്? നോക്കൂ, നമ്മള് അത് വ്യക്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ ആധികാരികമായിട്ട് പറയുന്നത് ശരിയല്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരം സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളിൽ സാധാരണ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ചർച്ച കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അത് സമൂഹത്തിനും പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരു കുട്ടി ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് പൊടുന്നനവെ ആ ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്യത്തില്ല. തീർച്ചയായിട്ടും ആ ഒരു വാസന ആ ആളിന്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യത വളരെയധികം ഏറെയാണ്. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാല് പേഴ്സണാലിറ്റിയുടെ ഒരു മോഡിഫൈ ചെയ്ത് വരുന്നത് പേരന്റിങ്ങിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇപ്പോഴും അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ രക്ഷാകർതൃത്വത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് മുൻപുള്ള ഒരു തലമുറയെ അപേക്ഷിച്ച് വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. അതിനനുസരിച്ചൊരു ലിമിറ്റ് സെറ്റിംഗ് ഉണ്ടാകാറേ ഇല്ല. അത് തന്നെയല്ല, എന്തും എപ്പോഴും ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ എടുത്തു കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. ഇത്തരം ഒരു പാരന്റിങ്ങിന്റെ ഒരു സവിശേഷത കാരണം ഈ കുട്ടികൾക്ക് പെരുമാറ്റ പ്രശ്നം അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ ഈ ബിഹേവിയർ ഇഷ്യൂസ് പലർക്കും മനസ്സിലാവുന്നില്ലെന്നാണ്. അതായത് ഈ സ്വഭാവ വൈകല്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് സ്വഭാവ വൈകല്യം ഉണ്ടാകുന്നതോ ഇല്ലെങ്കിൽ അത് പ്രകടമാക്കുന്നതോ അതിൽ എന്ത് ചെയ്യണം എന്നുള്ളതോ ഒന്നും ഈ താങ്കൾ ഈ പറഞ്ഞ പാരന്റിങ് എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ പലർക്കും ഇത് മനസ്സിലാവുന്നില്ല. കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പാരന്റ്സിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഇവരിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, ഇവരുടെ മാറ്റങ്ങൾ മനസ്സിലാവുന്നില്ല, ഇവരുടെ ബിഹേവിയർ ഇഷ്യൂസ് ഒന്നും ഇവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനോ അത് തിരുത്താനോ അതെന്താണ് സംഭവിക്കുന്നതെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താനോ സാധിക്കുന്നില്ല എന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. താങ്കളും അതാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്.
വാസ്തവം പറഞ്ഞാല് ഈ സ്വഭാവ വൈകല്യങ്ങള് അവര് ചെറുതിലെ മുതലേ കാണിച്ചു തുടങ്ങും. അതാണ് അതിന്റെ ഒരു വസ്തുത. അത് ഈ പേരൻസ് തിരിച്ചറിയാത്തതല്ല, ടീച്ചേഴ്സും തിരിച്ചറിയാത്തതല്ല. പക്ഷേ ഇപ്പോൾ ടീച്ചേഴ്സിന് ചൂണ്ടിക്കാണിക്കാൻ എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്? ടീച്ചേഴ്സ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുട്ടി ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് എതിരെ നിൽക്കാനുള്ള പ്രവണത പേരൻസ് കാണിക്കാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് മുൻകാലങ്ങളിലെ പോലെ ഒരു സ്വാതന്ത്ര്യം കുട്ടികളെ ശരിയാക്കാനായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം, പേരൻസ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികളുടെ സ്വഭാവ വികലതകളെ ന്യായീകരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോരുമ്പോൾ തന്നെ ഈ കുട്ടി ഈ തരത്തിൽ മാറണം എന്നൊരു നിർദ്ദേശം വെച്ചാൽ അത് ആ കൗൺസിലറോട് ആർഗ്യൂ ചെയ്യുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരോട് തർക്കിക്കുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ അല്ല, ഇച്ചിരി മയപ്പെടുത്തി പറയണം, അല്ലെങ്കിൽ ആ പറഞ്ഞ രീതി ശരിയായില്ല എന്നുള്ള തരത്തിൽ. അപ്പോൾ ഈ എവിടെയാണ് നമുക്കൊരു വ്യതിയാനം വരുത്തേണ്ടത് അല്ലെങ്കിൽ ചേഞ്ച് വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പേരൻസിനാണ് ഏറ്റവും അധികം റോൾ ഉള്ളത്. പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് പ്രയാസമൊന്നുമില്ല. അവര് അമിതമായിട്ടുള്ള അക്രമവാസന ചെറുതിലെ മുതലേ കാണിക്കുന്നവരായിരിക്കും, തർക്കുത്തരം പറയുന്നവരായിരിക്കും, ദേഷ്യ സ്വഭാവമുള്ളവരായിരിക്കും, അക്രമകാരികളായിരിക്കും. അവര് ചോദിക്കുന്നത് അപ്പോൾ തന്നെ കൊടുത്തില്ലെങ്കിൽ അവരുടെ പെരുമാറ്റ പ്രശ്നം കൂടുതലാകുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പൊ ഈ തരത്തിലുള്ള പെരുമാറ്റ പ്രശ്നം കുഞ്ഞിലെ മുതലേ അവർ കാണിച്ചു തുടങ്ങാറുണ്ട്. പക്ഷെ അത് യാതൊരു കാരണവശാലും പേരൻസ് അതൊരു പ്രശ്നമാണെന്ന് അവർ ഉൾക്കൊള്ളുന്നില്ല. അത് നാളെ ശരിയായിക്കോളും എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ അവരതിനെ വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കൈവിട്ട് പോയി കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കുട്ടികൾക്ക് പ്രണയം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, കാരണം അതൊരു നോർമൽ വികാരമാണല്ലോ. പക്ഷെ ഒരു പ്രണയം നഷ്ടപ്പെട്ടാൽ ജനാധിപത്യപരമായിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ട്രെയിനിങ് കുട്ടികൾക്കില്ല. സമയത്താണെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് 5 ഇയേഴ്സിലൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു സംശയ രോഗത്തിലേക്ക് കുട്ടികൾ മാറുന്നു, ഇല്ലെങ്കിൽ അതൊരു ക്രിമിനൽ സ്വഭാവം പുറത്തു വരാൻ അത് കാരണമാകുന്നു. ആ കുട്ടിക്ക് മറ്റൊരാളുമായിട്ട് പ്രണയബന്ധമുണ്ടെങ്കിൽ അതിനെ ഭയങ്കര റിവെഞ്ച് എടുക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ജെൻസി ആണെങ്കിൽ പോലും നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ, സ്വഭാവ വൈകല്യങ്ങളിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഒരു പ്രായപൂർത്തി എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി പ്രായമായ ആളുകളിലാണ് ഈ സംശയരോഗം വരുന്നതും, ഇല്ലെങ്കിൽ പാർട്ട്ണറായിട്ടുള്ള, ഇല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുമായിട്ട് അത്തരത്തിലൊരു വൈരാഗ്യം വരുന്നതും, ഇല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ആളെ ആക്രമിക്കണം എന്നൊക്കെയുള്ള തോന്നൽ വരുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ 16 വയസ്സ് എന്നതിൽ പോലും തോന്നുന്നത് എന്നുള്ളതാണ്. അതാണ് ഭയങ്കര ആശ്ചര്യം തോന്നുന്നത്. അത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ അത്തരത്തിലുള്ള ചിന്തകൾ കയറുന്നതെന്ന്. നോക്കൂ, ഇതിനെ 2 രീതിയിൽ വേണം കാണാൻ. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയം കൂടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഈ ലഹരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവിന് വ്യതിയാനം വരുന്നു. അപ്പോൾ സംശയം ഉണ്ടാകുന്നത് ഈ ഹാപ്പിനെസ് കൂടാൻ വേണ്ടിയിട്ട്, സന്തോഷം കൂടാൻ വേണ്ടിയിട്ടുള്ള റിവാർഡ് പാത്ത് വേ സ്റ്റിമുലേറ്റഡ് ആവുന്നു. തൽഫലമായിട്ട് സന്തോഷം ഉണ്ടാകുന്ന രാസപദാർത്ഥങ്ങൾ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ലഹരി കണ്ടമാനം ഉപയോഗിക്കാനുള്ള ഒരു വ്യഗ്രത വരുന്നു. പക്ഷേ നമ്മൾ പ്രോഗ്രാം ചെയ്തല്ല നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് പുറമേ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഇത് പരിധിക്ക് അപ്പുറമാവുമ്പോഴേക്കും ഒരു സംശയരോഗം ഉടലെടുക്കാനുള്ള ഒരു സാധ്യത ഏറെയാണ്. അത് മദ്യമാണെങ്കിലും ഏത് തരത്തിലുള്ള മയക്കുമരുന്നാണെങ്കിലും ഏത് ഉൽപ്പന്നമാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, താങ്കൾ പറഞ്ഞതുപോലെ എല്ലാം വിശാലമായി കാണുന്ന ഒരു തലമുറയാണെങ്കിലും ഈ തലമുറയിൽ എത്ര പേർക്ക് തോൽവിയെ നേരിടാനുള്ള ഒരു കെപ്പുണ്ട്, ഒരു നോയെ നേരിടാൻ വേണ്ടി കെപ്പുണ്ട്? എത്ര പേർക്ക് ഒരു പ്രണയം നഷ്ടപ്പെട്ടാൽ അത് ജനാധിപത്യപരമായിട്ട് അത് വേണ്ടെന്ന് വെക്കാനും ആ മുൻകാല പങ്കാളിയോട് ആ രീതിയിൽ ബഹുമാനത്തോടെ അവര് ബൈ പറഞ്ഞ് പിരിയാനും ഉള്ള ഒരു മാനസികാവസ്ഥ എത്ര കുട്ടികൾക്കുണ്ട്? അത് ഈ തലമുറയ്ക്ക് തീർച്ചയായിട്ടും കുറവാണ്. അവിടെയാണ് നമ്മൾ ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കേണ്ടത്. എല്ലാ രീതിയിലും അവർ വളരെ ഫോർവേഡാണ്, എല്ലാ രീതിയിലും അവര് ഒരു പാശ്ചാത്യ രീതിയിലത്തെ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ അവർക്ക് തോൽവിയെ നേരിടാൻ അറിയാൻ വയ്യ, ഒരു റിജക്ഷൻ നേരിടാൻ അറിയാൻ വയ്യ. പ്രണയിനി മറ്റൊരാളായിട്ട് ബന്ധം, അത് യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ സാങ്കല്പികമോ ആയിക്കോട്ടെ, സംശയത്തിന്റെ ഭാഗമായിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ ആരോഗ്യപരമായിട്ട് മെച്ചുവേർഡായിട്ട് നേരിടാനുള്ള ഒരു കെപ്പ് ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്കുണ്ട്?
ആ ചോദ്യമല്ലേ വളരെയധികം പ്രസക്തമായിരിക്കുന്നത്. അതെ അതെ, അത് നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഞാൻ അത് കോട്ട് ചെയ്ത് പറയുന്നത്, എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും താങ്കളോട് ചോദിക്കേണ്ട ഈ തേപ്പുകാരി എന്നതുൾപ്പെടെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പം ജെൻസിയുടെ കുറെ വാക്കുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ ഇവർ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ പെൺകുട്ടികളെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പം ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുക, കുറച്ചുകൂടി രണ്ട് മനുഷ്യരാണ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഈ പ്രായത്തിലെ അത് ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതിൽ നമുക്കുള്ള ഉത്തരവാദിത്വം എത്രത്തോളമാണ്, സമൂഹത്തിന് അതിൽ എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട്, പ്രത്യേകിച്ച് പാരന്റിങ്ങിൽ ഇല്ലെങ്കിൽ പാരന്റ്സിനെ സംബന്ധിച്ച് അത് കൃത്യമായി ചെയ്യേണ്ട കാര്യമല്ലേ ഇനിയുള്ള, അതായത് ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഒരു ഉദാഹരണം വന്നു കഴിഞ്ഞു. അപ്പം ഇനിയുള്ള സമയത്ത് സ്കൂളുകൾ കൂടി അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതില്ലേ? രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ തന്നെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് വരും. ഒന്ന്, ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുക. കാരണം എന്തൊക്കെ ട്രേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഒരു ബലഹീന സൈഡ് അല്ലെങ്കിൽ നമുക്ക് പെരുമാറ്റ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെയൊക്കെ ആക്കം കൂട്ടുന്ന, അതിന്റെയൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ലഹരി. അപ്പോൾ ലഹരി ഉപയോഗത്തിൽ നിന്നും ഒരു ഇട്ടാൽ തന്നെ നമുക്ക് നമ്മുടെ തലമുറ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ഒരു മാനസികാരോഗ്യ സാക്ഷരത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ബന്ധങ്ങളെ എങ്ങനെ കീപ്പ് ചെയ്യണം, ഒരു പ്രണയം വന്നാൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്താണ് സേഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, എന്താണ് ആരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പ്, സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കാൻ പഠിക്കണം, പെൺകുട്ടികളെ എങ്ങനെ ബഹുമാനിക്കണം. ഈ തരത്തിലുള്ള ഒരു കോച്ചിങ് എന്ന് പറയുന്നത് തുടക്കത്തിൽ പേരൻസ് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ടീച്ചേഴ്സ് അത് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ജനിക്കുന്ന കുട്ടികളിൽ മുതൽ സ്ത്രീയെ ആ രീതിയിൽ ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ പ്രണയം ഉണ്ടാകും, ആ പ്രണയത്തെ എങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഇന്നത്തെ കാലത്ത് പ്രണയിക്കാൻ പാടില്ല എന്നും നമ്മുടെ കുട്ടികളോട്, പണ്ടത്തെ കാർക്കശ സ്വഭാവത്തിൽ ഇന്നത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് അർത്ഥമില്ല. കാരണം അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കുണ്ട്. കാലം ഒരുപാട് മാറിയിരിക്കുന്നു. അതൊരു ബയോളജിക്കൽ ഒരു പ്രോസസ്സ് കൂടെയാണ് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ ഒരു ആകർഷണം വരിക, പ്രണയം വരിക എന്നുള്ളത്. നമുക്ക് അതിനെ തെറ്റു പറയാനും പറ്റത്തില്ല. പക്ഷെ അതെങ്ങനെ ഹെൽത്തിയർ ആയിട്ട് ആരോഗ്യപരമായിട്ട് കൊണ്ടുപോകണം, എപ്പോഴാണ് പ്രശ്നമുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കേണ്ടത്, അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം അനാരോഗ്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് എങ്ങനെ അതിൽ നിന്നും പുറകോട്ട് വലിയണം, എങ്ങനെ അതിൽ നിന്നും പിന്മാറണം, എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാം, ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഈ അസഹിഷ്ണുത കാണിക്കുന്നതും സംശയം കാണിക്കുന്നുണ്ടോ, ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് താങ്കൾക്ക് കേൾക്കാമോ? അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുള്ള, അതായത് ഈ 16 വയസ്സുകാരന്റെ സ്വഭാവത്തിലുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച്, എടുത്തുചാട്ടക്കാരനാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, പെട്ടെന്ന് അതായത് വളരെ ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം രണ്ട് സൈഡും, അതായത് നമ്മൾ പെരുമാറുന്ന ആൾ ഈ രീതിയിൽ സ്വഭാവത്തിൽ പ്രശ്നമുള്ള ഇല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന തരത്തിൽ സ്വഭാവം പ്രശ്നമായിരിക്കുന്ന ഒരാളാണ് എന്ന് തിരിച്ചറിയുകയും ഒന്നുകിൽ നമ്മൾ അത് തിരുത്താനുള്ള ശ്രമം നടത്തുക, ഇല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോവുക. ഈ രണ്ട് കാര്യവും സാധിക്കാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടെന്നുള്ളതാണ്. അത് ആ പ്രായത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയുക എന്നുള്ളത് കൂടി എത്രത്തോളം, ഇപ്പം നമ്മൾ ഈ കലിപ്പൻ കാന്താരി എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് വെറുതെ റീലിൽ കാണാം ഇല്ലെങ്കിൽ സിനിമയിൽ കാണാം എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവൻ നഷ്ടമാവുന്ന രീതിയിലേക്ക് ഈ തരത്തിലുള്ള കലിപ്പന്മാരും ഇല്ലെങ്കിൽ കാന്താരിമാരും ഉണ്ടാകുന്നതിനെ നമ്മൾ എങ്ങനെ തടയണം, എങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും അവൻ ദേഷ്യപ്പെട്ടത് എന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പം നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പം സിനിമകളാണ് കുറച്ചുകൂടെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതങ്ങൾ കൂടി മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതുകൂടിയല്ലേ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം എത്രത്തോളം കെയർ നമ്മൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ, നമ്മൾ ആരുമായിട്ടാണോ റിലേഷൻഷിപ്പിൽ ഉള്ളത് ഇല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിലുള്ളത്, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പക്വത ഓപ്പോസിറ്റുള്ള ആൾക്ക് കൂടി വരേണ്ടതില്ലേ? തീർച്ചയായിട്ടും. കാരണം ടോക്സിക് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു പ്രയാസവുമില്ല. തുടക്കത്തിൽ വളരെയധികം പൊസസീവ്നെസ് കാണിക്കുന്നു, ഞാൻ മറ്റൊരാളോട് മിണ്ടിയാൽ പോലും അവർ അപ്സെറ്റ് ആകുന്നു എന്നുള്ളൊരു ധാരണ വരുമ്പോൾ പെൺകുട്ടികൾ സാധാരണ ചിന്തിക്കുന്നത് എന്താണ്, എന്നോട് അമിതമായിട്ടുള്ള സ്നേഹമാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ആ ആളിന്റെ ലോകത്ത് എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണയിൽ അവർ തുടക്കത്തിൽ വളരെയധികം സന്തോഷിക്കും. എനിക്കിങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണെന്നൊക്കെ കരുതും. പക്ഷെ പോകെയാണ് ഇത് ഒരു ടോക്സിസിറ്റി ആണെന്നുള്ള റിയലൈസേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടം വരെ കൊണ്ട് എത്തിച്ചേർക്കാനായിട്ട് പാടില്ല. അതിനു മുമ്പേ തന്നെ തീർച്ചയായിട്ടും ഇവർ സൂചനകൾ കൊടുക്കും. ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ ഈ ഫ്രണ്ട് പാടില്ല, ആ ഫ്രണ്ട് ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്തിന് ശേഷം ഓൺലൈനിൽ കാണാൻ പാടില്ല, ഈ വസ്ത്രമേ ധരിക്കാവുള്ളൂ. ഇത്തരം ലിമിറ്റ് സെറ്റിംഗ്സ് തുടക്കം മുതലേ അവർ വയ്ക്കും.
അത് തന്നെയല്ല ഇപ്പോ എല്ലാത്തിനും അവർക്ക് അപ്ഡേറ്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ പോയാലും ഇവിടെ പറഞ്ഞിട്ട് പോകണം. ചില കുട്ടികൾ പാസ്വേഡ് ഷെയർ ചെയ്യുന്നതും അവർ പറയുന്നതിനനുസരിച്ച് നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ തലമുറയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് ഇത്തരത്തിലുള്ള ടോക്സിക് സ്വഭാവത്തിൽ നിന്ന് ആളുകൾ പുറകോട്ട്, കാരണം ഇത്രയും എക്സാമ്പിൾസ് ഉണ്ട്, ഇത്രയും സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊന്നും അറിയാത്ത കുട്ടികളല്ല ഇപ്പോൾ വളരുന്നത്. അവർക്ക് വിരൽത്തുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ കുറച്ചുകൂടെ ബോധവാന്മാരായിരിക്കും എന്ന് കരുതുന്നിടത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ താമരശ്ശേരിയിൽ ഒരു കുട്ടിയെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലുന്നു, ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കുട്ടികൾ തന്നെ ആക്രമിച്ച് മറ്റേതെങ്കിലും കാലത്ത് നടന്ന ഒരു വൈരാഗ്യത്തിന്റെ ചെറിയ ക്ലാസ്സുകളിൽ നടന്ന സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഒരു ഫൈറ്റ് ഉണ്ടാവുകയും മരണത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഇതിങ്ങനെ റിവെഞ്ച് പോലെ മനസ്സിലിട്ട് നടക്കുക, ഇല്ലെങ്കിൽ അതായത് നമ്മൾ ഒരുപാട് പുറകോട്ടാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ എന്നൊരു തോന്നൽ നമുക്കുണ്ടാക്കുന്നത് പോലെ ഉണ്ടാവുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ? നോക്കൂ, കുറച്ച് അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അവർക്ക് തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ശരി തെറ്റിനെ വിവേചിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത് തലച്ചോറിന്റെ മുൻഭാഗമാണ്, പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയും. ഈ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് മച്ചുവേർഡ് ആവണമെങ്കിൽ ഒരു 22-23 വയസ്സ് വരെ വരും. അതുവരെ അവര് നമ്മൾ മച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന പോലെ കുട്ടികൾ ചിന്തിക്കണമെന്ന് ഒരു നിർബന്ധവും അവരെ കൊണ്ട് അതിന് പറ്റുകയുമില്ല. ഉദാഹരണത്തിന് അവർക്കൊരു ഒംനിപോട്ടന്റ് ഫാന്റസി എന്ന് പറയും. അതായത് അവർക്കല്ലേ കുഴപ്പം പറ്റിയത്, എനിക്ക് കുഴപ്പം പറ്റാതെ എന്നെ തന്നെ സൂക്ഷിക്കാൻ അറിയാം, ഞാൻ സ്മാർട്ടാണ്, എനിക്ക് എന്നെ തന്നെ കാക്കാൻ അറിയാം എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഓവർ കോൺഫിഡൻസ് തന്നെ അവരെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുമെന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ മെച്യൂരിറ്റി ഇല്ലാത്തത് മൂലം ശരി തെറ്റിനെ വിവേചിച്ചറിയാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, എടുത്തുചാട്ടം ഏറെയായിരിക്കും, ഇമ്പൾസിവിറ്റി ഏറെയായിരിക്കും, പ്രത്യാഘാതം ആലോചിക്കാതെ അവർ പെരുമാറും. അത് തന്നെയല്ല, അവർ ഇമോഷണലി വളരെയധികം വൾണറബിൾ ആയിരിക്കും. അവർക്ക് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഡോക്ടർ എൽസി. അതായത് ഒന്ന്, ഈ ആക്രമണ പ്രവണത കൂടാൻ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, മറ്റൊന്ന് ഈ പകൽ സമയത്തും നമ്മൾ എത്രത്തോളം സേഫ് ആണ് എന്നതിന്റെ കൂടി ഉദാഹരണമായിട്ട് ഈ സംഭവത്തിനെ കാണണം. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു കേസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലൊക്കെ മിക്ക സ്കൂളുകളിലും ആബ്സെന്റീസിന്റെ ലിസ്റ്റ് ഗ്രൂപ്പിൽ ടീച്ചർ ഇടാറുണ്ട്. അത് ഒരർത്ഥത്തിൽ നല്ലത് തന്നെയാണ്. കാരണം തന്റെ കുട്ടി സ്കൂളിൽ എത്തിയോ ഇല്ലയോ എന്ന് പേരൻസിന് ഉറപ്പിക്കാനുള്ള ഒരു മാർഗമാണ്. അത്തരം ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാ സ്കൂളുകളിലും എല്ലാ മാതാപിതാക്കളും എടുക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ അവിശ്വസിക്കുകയല്ല അതിന്റെ അർത്ഥം. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളൊക്കെ തന്നെയാണ്. പക്ഷെ അവർക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെതായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് എല്ലാ പേരൻസും തിരിച്ചറിയണം. ആ ഒരു അലേർട്ട്നെസ് എല്ലാ പേരൻസിനും വേണം. അപ്പോൾ ഈ തരത്തിൽ ഈ കുട്ടി വൈകുന്നേരം വീട്ടിൽ എത്താതിരുന്നപ്പോഴാണ് അവർ അന്വേഷിച്ചു തുടങ്ങിയത്. അതിന് മുൻപേ തന്നെ അന്വേഷണം ആകാമായിരുന്നു ഈ കുട്ടി എവിടെയായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. അപ്പം ആ തരത്തിലൊക്കെയും നമ്മൾ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ പാരന്റൽ സൂപ്പർവിഷനകത്തിൽ അതിനെ പകരം വെക്കാനായിട്ട് ഒന്നുമില്ല. ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തത്തെ പകരം വെക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് ഇപ്പോൾ ജെൻസി ഒരു മോഡലാണ് അല്ലെങ്കിൽ ആൽഫ തലമുറയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരമുള്ള പ്രവണതകൾ ഇനിയും മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇല്ലാതെ ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ശാക്തീകരിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് വേണ്ടുന്ന ഒരു മാനസിക ആരോഗ്യം ഉറപ്പാക്കുക ആവശ്യമാണ്. പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അടങ്ങിയിരിക്കായ്മ ഉള്ളവരെ, തർക്കുത്തരം പറയുന്നവര് അല്ലെങ്കിൽ പറഞ്ഞ അനുസരിക്കാത്തവര്, പ്രശ്നക്കാരികളായിട്ടുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ലജ്ജയോ അല്ലെങ്കിൽ സ്റ്റിഗ്മയോ കലർത്താതെ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള ഒരു അസസ്മെന്റ് എങ്കിലും നടത്തി വേണമെന്നുണ്ടെങ്കിൽ ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രൈമറിലി ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, പേരന്റിങ്ങിൽ അത്യാവശ്യം വരുത്തേണ്ട മാറ്റങ്ങൾ അത് എത്രയും പെട്ടെന്ന് മാറിയില്ലെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു 20-30 വർഷത്തിലുള്ള ഒരു പേരന്റിങ്ങിൽ വന്ന ഒരു വ്യതിയാനം എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. തൽഫലമായിട്ട് പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഏറെയാണ്. അപ്പൊ അത് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുട്ടികളെ നോ പറയാനായിട്ട് പഠിപ്പിക്കണം. അത് തന്നെയല്ല, നോ സ്വീകരിക്കാനായിട്ടും പഠിപ്പിച്ചെടുക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് വീണ്ടും പാരന്റ്സിനെയും ഒപ്പം തന്നെ സ്കൂൾ അധികൃതരെയും ഒപ്പം പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് ഈ സംഭവം നമ്മൾ നോക്കിക്കാണേണ്ടതും. ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. എന്തായാലും ഈ 16 വയസ്സിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളിലേക്ക് കടക്കുന്നതിന്റെ കാരണം അത് കൃത്യമായിട്ട് പഠനങ്ങൾ കൂടി നടക്കേണ്ടതാണ് എന്നുള്ളതാണ്. താങ്ക് യു ഡോക്ടർ എൽസി ഉമ്മൻ, ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു സോ മച്ച്.